ജാസ്മിൻ സിംഗിളായിട്ട് കളിക്കണം എന്നാണ് ഞാൻ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ പറയുന്നത്. കാരണം പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സിംഗിളായിട്ട് കളിക്കുവാണെങ്കിൽ അല്ല, ഇനി കളിക്കുന്നുണ്ട്. സോ കളിക്കട്ടെ, വിജയിക്കട്ടെ. ഒരു ഫൈനൽ 5 പ്രൊഡിക്റ്റ് ചെയ്യോ? ഫൈനൽ 5 ഒന്ന് സിജോ, ഒന്ന് അർജുൻ, ജിൻറ്റപ്പൻ, ജാസ്മിൻ, അപ്സര. മണി ചാലഞ്ച് അവിടെ കുറെ പേര് ആ പെട്ടി പൊക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു അറിവിൽ പെട്ടി ആര് പൊക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് അവരവരുടെ ഓടിൻ്റെ കപ്പാസിറ്റി, എടുക്കുന്ന കപ്പാസിറ്റി പോലെ ഇരിക്കും. എന്നാലും പെട്ടി പൊക്കാൻ നിൽക്കുന്നവരൊന്ന് നന്ദനയാണ്, ഒന്ന് സായിയാണ്, പിന്നെ ചിലപ്പോൾ ഹൻസിബ പൊക്കാം, പിന്നെ ഇതിപ്പോ നമ്മൾ റിയാസിനോട് സംസാരിച്ചപ്പോൾ റിയാസ് പറഞ്ഞു ഈ സീസൺ ഏറ്റവും ബെസ്റ്റ് സീസണാണ്. അത് റിയാസിന്റെ ഒപ്പീനിയൻ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം ജാസ്മിൻ്റെ കുറച്ച് വിഷ്വൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ്, ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ അവരുടെ ലവ് ട്രാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ആസ് ആൻ കണ്ടസ്റ്റൻസ് ഉള്ളിൽ ഇരുന്നിട്ട് നമുക്കത് ഡൈജസ്റ്റ് ആയിട്ടില്ല. കാരണം ഫേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തും ആൾക്കാർ, ജനങ്ങൾ എന്തായാലും ബുദ്ധിയില്ലാത്തവരല്ല, അപ്പോൾ അവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവാം. എന്നിട്ട് ജാസ്മിൻ ഇപ്പോഴും എന്തുകൊണ്ട് ബിഗ് ബോസിൽ നിലനിൽക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഷീ ഈസ് എ ഗുഡ് ഗെയിമർ. അപ്പം ഷീ ഈസ് സ്മാർട്ട് ഇനഫ് ടു പ്ലേ. എങ്ങനെയായാലും പുള്ളിക്കുട്ടിക്ക് ജയിക്കണം എന്നുള്ളൊരു മൈൻഡ്. ഫേവറിസം വല്ലതും ഉണ്ടോ ജാസ്മിന്? അതൊന്നും എനിക്കറിയില്ല. ജിൻറ്റപ്പൻ കപ്പെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം പോകുന്ന പോക്കിൽ സിജോയും കപ്പെടുക്കാൻ സാധ്യതയുണ്ട്, അർജുനും കപ്പെടുക്കാൻ സാധ്യതയുണ്ട്. ഫാൻസും ഉണ്ട്. ഫാൻസ് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ ജിൻറ്റപ്പൻ്റെ ഫാൻസ് ആണ് നിറച്ച്. അതുമാത്രമല്ല, ഈ ഫാൻസ് എന്തായാലും ഉണ്ട്. കുറേ നാട്ടിൻ പുറത്തൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ജിൻറ്റപ്പൻ്റെ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കും ഇതെന്ത് കാണിക്കണമെന്ന് നമ്മൾ അവിടെ ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ യെസ്, മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഫണ്ണി ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതൊരു ടാലന്റ് തന്നെയാണ്.